പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മളെ സൗഖ്യമാക്കുവാൻ, നമ്മളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. അവൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിനകത്തൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്താണെന്നറിയാമോ? നമ്മൾ എവിടെയാണ് വീണുപോയതെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് നമ്മളെ ഉയർത്തിയെടുത്തിട്ട് നമ്മളെ എന്നിട്ട് വാഗ്ദത്തത്തിൻ്റെ പാതയിൽ അവൻ നിർത്തുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയൊക്കെ മുറിവേറ്റിട്ടുണ്ടോ, പ്രൈസ് ഗോഡ്, ദൈവമക്കളെ വിശ്വസിക്കുക. നമ്മുടെ ദൈവം നമ്മെ റിഡീം ചെയ്യുന്നവനാ, വീണ്ടെടുക്കുന്നവനാ, നമ്മെ സേവ് ചെയ്യുന്നവനാ, നമ്മെ രക്ഷിക്കുന്നവനാ, നമ്മെ ബ്ലെസ് ചെയ്യുന്നവനാ, നമ്മെ അനുഗ്രഹിക്കുന്നവനാ. ദൈവം നമ്മെ ട്രാൻസ്ഫോം ചെയ്യും. അവൻ്റെ ആ ട്രാൻസ്ഫോം ചെയ്യുന്ന സ്നേഹമുണ്ടല്ലോ, അതെന്നും അവൈലബിളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതെങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അതിന്നും മാറ്റമില്ലാതെ നമുക്കുണ്ട്. അത് നമുക്ക് അവൈലബിളാണ്. ഹി സിംപ്ലി വെയിറ്റിംഗ് ഫോർ us ടു ക്രൈ ഔട്ട് ടു ഹിം. ഈ 40 നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 84:11, സാം 84:11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. വിശ്വസിക്കാമോ ദൈവപൈതലെ? വിശ്വസിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ ശക്തി നമ്മളെ ഗൈഡ് ചെയ്ത്, പ്രൈസ് ഗോഡ്, നമ്മെ വരുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം അവൻ്റെ മുമ്പിൽ കരഞ്ഞാൽ, നിലവിളിച്ചാൽ, അപേക്ഷ കഴിച്ചാൽ അവനത് തീർച്ചയായിട്ടും കേൾക്കും. ഞാൻ പറയട്ടെ, ക്യൂരിയോസിറ്റി, ഡൗട്ട്, ഫറ്റീഗ്, ക്ഷീണം, പലവിധ കാരണം കൊണ്ടാകാം, അല്ലെ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ട്രാക്കിൽ നിന്ന് ചിലപ്പോൾ മാറിപ്പോവും. നമ്മുടെ ഫോക്കസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ആരും 180 ഡിഗ്രി ടേൺ എടുക്കുമെന്നല്ല, പക്ഷെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ ആ സമയത്ത് ഡൈവേർട്ട് ചെയ്തു പോകും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ഗുണം ചെയ്യുകയില്ല. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നമ്മൾ നനഞ്ഞ് കുതിർന്ന് തണുത്തു പോകും. നമ്മുടെ ഏത് കാര്യത്തിന് വേണ്ടി നമ്മളെ വിളിച്ചോ ആ പേർപ്പസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോകും. പ്രൈസ് ഗോഡ്. നമ്മൾ വളരെ ശൂന്യത ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോലും അൺഇൻറ്റൻഷനലായിട്ട് മാറിപ്പോകും. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, എല്ലാ റോഡും സെയിം ഡെസ്റ്റിനേഷനിലേക്കല്ല പോകുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നാം വളരെ കരുതലോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രതികൂല സമയങ്ങളിൽ നാം കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. നമ്മളിങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വരും. ആ അലച്ചിലിൽ പല കാര്യങ്ങളും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരും. നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ കഷ്ടതയിൽ നിലവിളിക്കുമ്പോഴുണ്ടല്ലോ, അവൻ തീർച്ചയായിട്ടും നമ്മളെ നമ്മുടെ ഡിസ്ട്രെസ്സിൽ നിന്ന് ഡെലിവറി ചെയ്യും. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം നമുക്ക് നല്ല ഗൈഡൻസ് തരും. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ദൈവം നമുക്കൊരു ഗൈഡൻസ് തരും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വഴി ഫോളോ ചെയ്യാൻ തക്കണം ഒന്ന് തീരുമാനിക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് രാവിലെ കാലം ചിലരോട് പറയുക, നമ്മൾ പലപ്പോഴും നമ്മുടെ ഓൺ കോഴ്സ് ചാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇൻസ്റ്റെഡ് ഓഫ് ചാർട്ടിങ് അവർ ഓൺ കോഴ്സ്, why can't you decide to follow God's way? അല്ലെങ്കിൽ അവൻ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും, നമ്മുടെ ഹൃദയത്തെ അവൻ ശാന്തമാക്കും. നമ്മൾ നമ്മുടെ കോളിങ്ങിന് വേണ്ടി കമ്മിറ്റഡായി തീരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അവൻ വെച്ചിരിക്കുന്ന കോളിങ് എന്താണെങ്കിലും ഹല്ലേലൂയ, നമ്മൾക്ക് അവൻ്റെ ബ്ലെസ്സിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് പ്രൊവിഷൻ, അത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നതാണ്. നല്ല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അത് നിറയ്ക്കും. അതുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, നിൻ്റെ ആ ഡിവൈൻ പാത്തിൽ നിന്ന് ഞാൻ എവിടെയെങ്കിലും സ്റ്റിയറിങ് മാറ്റി ഓടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, അതെന്നോട് ക്ഷമിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ ദൈവത്തോട് പറ, കർത്താവേ, നീ എന്നെ വിടുവിക്കണം. ഞാൻ എൻ്റെ കോഴ്സ് റീഡയറക്റ്റ് ചെയ്യാം. ഞാൻ കൺട്രോൾ നിനക്ക് തരാം. നീ എന്നെ ലീഡ് ചെയ്യണമേ. നിൻ്റെ അൺഫെയിലിംഗ് ലവ് എന്നെ കാണിക്കണമേ. ഇങ്ങനെയൊക്കെ ഒന്ന് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കോണം ദൈവം ഇതിൽ നിനക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ നിൻ്റെ ജീവിതം ധന്യമായി തീരും. കാരണം സ്നേഹനിധിയായി നമ്മളോട് ക്ഷമിക്കുന്ന, നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏറ്റവും അടുത്ത തുണയായിട്ട്, സഖിയായിട്ട് നമ്മുടെ അടുത്ത് കടന്നു വരുന്ന ഒരു നല്ല ദൈവത്തെ അല്ലേ നാം സേവിക്കുന്നത്. നമ്മൾ ഒരു വാക്യം അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. സങ്കീർത്തനം 107
10 മുതൽ നാം ഇങ്ങനെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സാം 107 ഫ്രം വേഴ്സ് 10 ഓൺവേർഡ്സ് ഇങ്ങനെ പറയുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതിൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു. സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിലേക്ക് ഓടി നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ താമ്ര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് കളഞ്ഞു. എത്ര നല്ല ദൈവമാ! അവൻ എന്തെല്ലാമാ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ദ പവർ ഓഫ് ഗോഡ്സ് ലവ് ബ്രേക്സ് ചെയിൻസ്. ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുമ്പോൾ, when we are in darkness, his promise is that he will set them free when they cry out to him. ഇരുട്ടിലാ കുഞ്ഞെ, സമ്മതിച്ചു. പക്ഷേ ഹല്ലേലൂയ, ഇതിനൊക്കെ വിളിച്ചപേക്ഷിക്കാമോ അവനെ? അവൻ നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. നമുക്ക് മിസ്റ്റേക്സ് ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അപ്പോഴൊക്കെ നാം മുറിപ്പെട്ടിട്ടുമുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം ചില വേദന നമുക്ക് വരുന്നത്, ചിലപ്പോൾ ചിലർ നമ്മോട് എന്തെങ്കിലും ചെയ്തത് കൊണ്ടായിരിക്കാം നമുക്ക് ദുഃഖം വരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സമയങ്ങളിലൊക്കെ വി ഫോൾ ഇൻ ഡെസ്പെയർ അല്ലേ? ദുഃഖത്തിലേക്ക്, കഷ്ടത്തിലേക്ക് നാം ആണ്ടുപോകുന്നത് പോലെ തോന്നും അല്ലേ? പക്ഷേ എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മളെങ്ങോട്ട് തിരിയുന്നു എന്നതനുസരിച്ച് വെൻ വി ആർ ഡൗൺ, നമ്മളെങ്ങോട്ട് ടേൺ ചെയ്യുന്നു, ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയാൽ നാം രക്ഷപ്പെടും. Praise God. When we seek anything but Jesus, we become entrapped. Hallelujah. ഞാൻ പറയട്ടെ, ചില ഇല്ലീഗൽ ഗോസിപ്പുകൾ, ഹല്ലേലൂയ, ചില ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ചില ദൈവഹിതമല്ലാത്ത റിലേഷൻഷിപ്സ്, ഇതെല്ലാം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി ഈ ലോകത്തിൽ നമ്മെ അടിമയാക്കി തീർക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതം ജയകരമായി നടത്തുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ എല്ലാ കഴിവുകളെയും ഹല്ലേലൂയ ഈ ലോകം ഷാക്കിൾ ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇരുട്ട് മൂടിയ രാത്രികൾ അപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ജീവിതത്തെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ആ ഇരുട്ടിൽ, ആ ഡാർക്ക്നെസ്സിൽ നമ്മൾ സഫർ ചെയ്യും. പക്ഷെ അപ്പോഴും നമ്മുടെ കഷ്ടതയിൽ നാം ദൈവത്തോട് നിലവിളിച്ചാൽ അവൻ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്സിനും നമ്മുടെ ദൈവത്തിൻ്റെ വെളിച്ചത്തെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ ആ വലിയ സ്നേഹമുണ്ടല്ലോ, അവൻ നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ ത്യാഗമുണ്ടല്ലോ, നമ്മുടെ ബന്ധനങ്ങളെ അവൻ ബ്രേക്ക് ചെയ്ത് ഏതെല്ലാം ഈവിൾ ഫോഴ്സസ് ഈ ലോകത്തിൽ വന്ന് നമ്മളെ ബൈൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് നമ്മളെ അവൻ ഫ്രീ ആക്കി വിടുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ സിൻസ്, നമ്മുടെ പാപങ്ങൾ നമുക്കൊന്ന് കൺഫ്യസ് ചെയ്യാമേ. അങ്ങനെ നാം കൺഫ്യസ് ചെയ്യുവാണെങ്കിൽ, ഏറ്റു പറയുവാണെങ്കിൽ, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കണം. അവൻ വിശ്വസ്തനാ. നമ്മളെ സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ അവൻ നമ്മെ സഹായിക്കും. വി നോ ലോങ്ങർ ഹാവ് ടു ബി എ പ്രിസണർ ടു അവർ പെയിൻ. നമ്മുടെ വേദനയ്ക്ക് ഒരടിമയായിട്ട് നാം ഇരിക്കുവാൻ ഇടയാകരുത്. വി ക്യാൻ ടേൺ അവർ ഫേസ് ടുവേഴ്സ് ഗോഡ് ആൻഡ് ഹിസ് ലൈറ്റ് ഹീൽസ് us from our guilt, our grief and grudges. ഹല്ലേലൂയ. ഗിൽറ്റിൽ നിന്ന്, ഗ്രഡ്ജസിൽ നിന്ന് ഒക്കെ ഹല്ലേലൂയ ആ ദൈവ വെളിച്ചം നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെ നാം നിലംപരിച്ചായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നോ, അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കേണ്ട ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്. അവനോടൊന്ന് അവനോടൊന്ന് വിളിച്ചപേക്ഷിക്കുക. ഇത്രത്തോളം നമുക്ക് വേണ്ടി അവൻ ചെയ്തതല്ലേ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ, നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്തതല്ലേ. ഹല്ലേലൂയ. അവസാനത്തുള്ള രക്തം പോലും നമുക്ക് ഊറ്റി തന്നുവെങ്കിൽ ഇന്ന് ഹല്ലേലൂയ രാവിലെ കാലം അവനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എന്നെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സഹായിക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ കുറവ് നീ ക്ഷമിച്ചു തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിയിട്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ അവൻ യഥാസ്ഥാനപ്പെടുത്തട്ടെ. നമ്മുടെ ഹേർട്ടൊക്കെ അവൻ റിമൂവ് ചെയ്യട്ടെ. ദൈവത്തിനൊരു അനുവാദം കൊടുത്തേ ആ ചെയിൻസൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ, എല്ലാ സ്ട്രോങ് ഹോൾസിനെയും ഒന്ന് ക്രംബിൾ ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സ്ട്രോങ് ഹോൾസിനെയും ഹല്ലേലൂയ അവൻ ക്രംബിൾ ചെയ്യട്ടെ.
എന്നിട്ട് ദൈവത്തിൻ്റെ വെളിച്ചം വഹിക്കുന്നവരായിട്ട് ജീവിപ്പാൻ തക്കണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ നടപ്പാൻ, ജയത്തോടെ നടപ്പാൻ, പിശാചിൻ്റെ മേൽ ജയം ഘോഷിക്കുന്നവരായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ജയസന്തോഷം ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ജയക്കൊടി കർത്താവെ ക്യാരി ചെയ്തുകൊണ്ട് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.